ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സഹായം ചെയ്യുന്നത്. ഞങ്ങൾ മൂകാംബി അമ്പലമൊക്കെ സന്ദർശിച്ച് അത് കഴിഞ്ഞ് കുടയാത്രയൊക്കെ സന്ദർശിച്ച് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മുരുടേശ്വര ടെമ്പിൾ കാണാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്, അതിൻ്റെ സന്ദർശനത്തില്ല. അപ്പോൾ അതിൻ്റെ യാത്രകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് വിഷ്ണു ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഉത്തരം അവരുടെ വണ്ടിയിലാണ്. പിന്നെ ബാക്കി നമ്മുടെ കൂടെ കുറേ പേരുണ്ട്. ഹായ്, എവിടെ മാറൂ, എവിടെ എവിടെ എല്ലാവരും കാണിച്ചു പോട്ടെ. ഒന്നെല്ലാരും ഇവിടെ നോക്കിയേ, എല്ലാവരും ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചിട്ടെ. അപ്പൊ എങ്ങനെ എല്ലാവരും അതിന്റെ യാത്ര ആരംഭിക്കാൻ പോലെയാണ്. എവിടെ അപ്പൊ ഉത്തരത്തിന്റെ വണ്ടിയിലാണെന്ന് പറഞ്ഞ് നമ്മുടെ രതീഷിന്റെ വണ്ടിയാണ്. രതീഷിന്റെ അല്ല, പുതിയ വണ്ടിയാണ്, അതിന്റെ അകത്താണ് ഞങ്ങളുടെ യാത്ര. എന്നാലും വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട, കേറ്റിയില്ലേ എവിടെ അവനുണ്ട്. വണ്ടി കിടലാണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രഞ്ജനാണ്. നേരത്തെ കാണിച്ചിരുന്നത് രഞ്ജൻ പോളണ്ടിൽ ഡ്രൈവറാണ്, ട്രക്ക് ഡ്രൈവറാണ്. യഥാർത്ഥ ഈ വണ്ടിയുടെ ഡ്രൈവർ വേറെ ഉണ്ട്, അത് പുറകിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ പുറകെ നമ്മൾ വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുരുടേശ്വര അമ്പലത്തിൻ്റെ ആ മെയിൻ കവാടം കവർ ചെയ്യുക അല്ലെങ്കിൽ കടക്കാൻ പോവുകയാണ് ഈ കാണുന്നത്. ആ ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലണ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പറയുക, എല്ലാത്തിനും ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. കുറച്ച് നേരം ടിക്കറ്റ് എടുക്കാനും നമ്മൾ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറാനും മറ്റൊക്കെ ആയിട്ട് ടിക്കറ്റ് എടുക്കാനൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ ആ ശിവൻ്റെ ആ വലിയ രൂപം നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത്രയും ദൂരത്തുനിന്ന് കണ്ടേ. അപ്പോൾ നമ്മളത് അത് കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ വേണ്ടിയാണ്. ഇതിലൊക്കെ നമ്മൾ കയറണം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ കയറണുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരും. അതിന് മുന്നേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. ആ വണ്ടി പാർക്ക് ചെയ്യാൻ ഇതിൻ്റെ പുറകിൽ തന്നെ ശിവൻ്റെ രൂപം കണ്ട ഭാഗത്ത് തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പാർക്കിംഗ് ഉണ്ട്. ഞാൻ എടുത്ത് പറഞ്ഞത് നിങ്ങളെങ്ങാനും ഭാവിയിൽ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കാരണം അവിടെ പോയേക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതണ്ട തൊട്ട് പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ശിവൻ്റെ രൂപം കണ്ട. അപ്പോൾ നമ്മൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോണത്. ശേഷം നമ്മൾ ആദ്യം ഈ ശിവൻ്റെ രൂപം കണ്ട മുകളിൽ. ഇനി നമുക്കത് ആദ്യം പോയി കാണണം, കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ആ ബിൽഡിങ്ങിൽ കയറണം. അതിന് ശേഷം അതിന് മുന്നേ ഒന്ന് ലൊക്കേഷൻ ഒന്ന് പഠിച്ചിട്ട് കാണിച്ചത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ബീച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക് കണ്ട. അവിടെ കണ്ടിട്ട് ഇപ്പുറത്തും ബീച്ച് കണ്ടിട്ട് ഇപ്പുറത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ബീച്ചിൽ. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ട് കിടക്കണേ, പക്ഷേ ഇപ്പുറത്ത് കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ അധികം ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മളതെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് കവർ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബിൽഡിങ്ങിലോട്ട് ശിവൻ്റെ ഇതിരിക്കണം അവിടെ പോവാം. മുരുടേശ്വരം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ശിവൻ്റെ രൂപം നോക്കിയാൽ വലിയ രൂപം, എന്തോ പെയിൻറ്റിങ് വർക്കുകൾ നടത്തുകയാണ്, അതുകൊണ്ടാണത്. പിന്നെ അതുപോലെ ആ അമ്പലത്തിൻ്റെ ഗോപുരം നോക്കി അതിൻ്റെ മേളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. എത്ര നിലയാണ് അത്? 14, 20 എത്രയുണ്ട് അറിയില്ല. ഇതുകൊണ്ട് 7 കൊല്ലം മുന്നേ കയറിയാണ്. എന്തായാലും ആ വിശേഷം കാണിച്ചിരുന്നു. രഞ്ജൻ നോക്കിയാ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയാണ്. ഈ ശിവൻ്റെ ഈ പ്രതിമയെന്ന് പറഞ്ഞാൽ 37 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇത് 123 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ശിവപ്രതിമയ്ക്ക് താഴെയുള്ള ഗുഹക്ഷേത്ര മ്യൂസിയം ഉണ്ട്. അത് കാണാനാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. എന്താണ് അതിൻ്റെ അത് പുരാതന കഥനാസ്പദമാക്കി അല്ലെങ്കിൽ രാവണൻ ആത്മലിംഗം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള പുരാണ കഥ മനോഹരമായ ശില്പങ്ങളിലൂടെ വിവരിക്കുന്നു എന്നാണ് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അത് ഞാൻ പറഞ്ഞാണ്, എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫുൾ AC ആണ് കേട്ടോ. ചെറിയൊരു എമൗണ്ടിലാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇത് കയറി കാണാവുന്നതാണ്. കുറേ അധികം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ശില്പങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഇരിക്കുന്നത് 3 സൈഡും കടലിനാൽ ചുറ്റപ്പെട്ടൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക വിനോദസഞ്ചാരികൾ കൂടുതൽ അതിനെ ആകർഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു തവണ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടി ട്രാവൽ ചെയ്യുക. കുറേ അധികം കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ. നമ്മളിതൊക്കെ പോയി കാണേണ്ടതാണ്. നമ്മുടെ എന്താ ചുറ്റുവട്ടത്തുള്ളവർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ പോയി കണ്ടേക്കണ കുറവായിരിക്കും, കണ്ടവരോടല്ല ഇല്ലാത്തവരോടാണ്. അപ്പോൾ എന്തായാലും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറേ അധികം
ഇപ്പോൾ ബീച്ച് സൈഡിലേക്കൊക്കെ പോയ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയാൽ ഭയങ്കര അത് ഞാൻ നേരിട്ട് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു കുറേ അധികം ആൾക്കാർ ഇതിൻ്റെ അകത്ത് വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്, അവരെ ശല്യം ചെയ്യാണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ 20 നിലകളുള്ള, എനിക്ക് നേരത്തെ മറന്നുപോയി എത്ര നില ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല, 8 കൊല്ലം മുന്നേ കയറിയ ആ 20 നിലയുള്ള ആ കൂറ്റൻ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ അടുത്തത് കൊണ്ടുപോകുമ്പോൾ. അത് മാത്രമല്ല കേട്ടോ, കുറേ അധികം ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ എപ്പിസോഡായിട്ട് വിട്ടത് അവിടുത്തെ ആ ഒരു ഏരിയയിലെ കാര്യങ്ങൾ മറ്റൊരു ഇതായിട്ട് പോകട്ടെ. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കും ഒരു വ്യക്തവും, നിങ്ങൾ നാളെ ഒരു യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ കാണാനുണ്ട്, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെയാണ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ അതിനാണ് ഒറ്റൊരു എപ്പിസോഡായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഇത് തന്നത്. സമയം കിട്ടുന്നവരെ കാണുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതുപോലെ നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട ഇതുപോലത്തെ മനോഹര കാഴ്ച ആയിട്ടുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് ഈ കേവിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. അടുത്ത സെക്ഷൻ എന്താണോ അല്ലെങ്കിൽ അടുത്ത് എന്താണ് കാണേണ്ടത് എന്നുള്ള രീതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു നമ്മളപ്പുറത്തൂടെ കയറി നേരെ ഈ വന്ന് കണ്ടെങ്കിൽ ഇറങ്ങണ ഈ സൈഡിലൂടെയാണ്. അപ്പോൾ പിന്നെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ കുറേ അധികം ഫോറിനേഴ്സൊക്കെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചിരുന്നുണ്ടോ. ഒരു ഫാമിലി ആയിട്ട് വന്നേക്കണേണ്. അപ്പുറത്തൊരു വലിയൊരു രഥമുണ്ട്, 4 കുതിരയുണ്ടല്ലേ വെച്ചേക്കണുണ്ട്. അടിപൊളിയായിട്ട് ഭയങ്കര ചുറ്റുപാട് മുഴുവനൊന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ മനോഹരം എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും കടലാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറണമെന്ന് പറഞ്ഞു. ഇത് കണ്ട വേറെ ഫോറിനേഴ്സ്. അപ്പോൾ അതിൻ്റെ മേളിൽ കയറുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചില്ല, കാരണം ഓരോ വിൻഡോയിലും വേറെ ഓരോ വ്യൂ ആണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ ഒരു ഗേള് ചെയ്യണം കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത്. വാ, നമ്മുടെ ആ വലിയ ശിവൻ്റെ രൂപമുണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അപ്പുറത്ത് ഞാൻ പറഞ്ഞ ഒരു ഗേള് നിന്നിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കൊന്ന് തോന്നി എടുക്കണം. പിന്നെ അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ക്യാമറമാൻ അപ്പുറത്ത് ഫോണിലാണ്, അവനും കൂടി റെഡി ആയിട്ട് വേണം അത് എടുക്കണമെങ്കിൽ നമ്മുടെ രഞ്ജിത്ത്. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങളിത് ഇതുണ്ടോ ശിവൻ്റെ ആ രൂപത്തിൻ്റെ ഇതിവിടെ പണി നടക്കണോണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇരുന്ന് വെച്ചുകൊണ്ട് ഭംഗിയായില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മൾ അറിയില്ലായിരുന്നല്ലോ അവിടെ അങ്ങനെ പണി നടക്കണം. എന്നാലും നമുക്കൊരു പ്രതീക്ഷിച്ച് പോയതൊന്നുമല്ല അതെ ഇങ്ങനെ നിന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പിയായി. ആ ഒരു ചുറ്റുപാടൊക്കെ കാണിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു വെറുതെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കണം, റീൽസൊക്കെ ഇടാൻ വേണ്ടി ഇടയ്ക്ക് നമുക്ക് തോന്നൂലേ. അപ്പോൾ ചുറ്റുപാടൊക്കെ കാണിച്ച് അത് റീൽസ് ഇട്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടി തീർത്ത്. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ല അത് മനസ്സിലിട്ടും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും തോന്നിയാൽ പിന്നെ അങ്ങനെ ചെയ്തേക്കണം, അതിൽ പിന്നെ നോ കോംപ്രമൈസ്. അപ്പോൾ അങ്ങനെ അതും എടുത്ത് നമ്മൾ അടുത്തത് ആ വലിയ ആ കൂറ്റൻ ഗോപുരത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. അങ്ങനെ ഇതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയേ നമ്മുടെ രതീഷ്, അതായത് രഞ്ജിത്തിൻ്റെ ചേട്ടൻ, അവൻ ആ പഴയ ഓർമ്മകളുമായിട്ട് ഊർന്നിറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇനി നമ്മൾ ആ 20 നിലകളുള്ള ആ ബിൽഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ആ കൂറ്റൻ ഗോപുരത്തിലേക്ക് കയറാൻ പോകണം. അതിൻ്റെ കാഴ്ചകളാണ് ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്ത് മനോഹരമാണെന്നൊക്കെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ സൂരജ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടോ, അവൻ്റെ വരവ് കണ്ടപ്പോൾ ഒരു പണി കൊടുക്കുമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ കൊടുക്കണേ പണി. എത്ര നില ഉണ്ടെന്ന് എണ്ണയോ? എണ്ണ നോക്ക്. അവനെന്തായാലും അവിടെ ഇരുന്ന് എണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്നിട്ടാ ഗോപുരത്തിൽ കയറാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒരു വിഷലും കൂടി അവിടെ നിന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നതാണ്. ഇതുണ്ടോ, ഇവിടുന്ന് താഴ്ത്തുനിന്ന് ഇങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. 2 വലിയ ആനയുടെ പ്രതിമയൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ക്യൂവിലാണ്. ആ നേരെ കാണുന്ന അതിലെയാണ് അമ്പലത്തിലേക്കുള്ള പ്രവേശനം. നമ്മൾ വന്നതും അവിടെ നിന്നാണ്. ആ പുറകിൽ ശിവൻ്റെ രൂപം കാണട്ടെ. ഇവിടെ ഫീസ് അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുകളിലേക്ക് കയറാൻ പോകണേണ്. നേരത്തെ നമ്മൾ വന്നത് അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. മേളിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കണ്ടു. പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. പിന്നെ ലിഫ്റ്റിൽ കയറാൻ പോകണേണ്. 18 നിലകളാണ്. ഒരു ലിഫ്റ്റ് 17 വരെയും പോകുള്ളൂ പറഞ്ഞാൽ മൈൻഡിലും അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കണം. അങ്ങനെ നമ്മളകത്തേക്ക് കയറണം കേട്ടോ. നമ്മൾ എത്രയാണ്
9 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്കാണ്ട് ഒരു ലിഫ്റ്റിൽ നമ്മുടെ ഗ്യാങ് മാത്രമായിരുന്നു. ശേഷം നമ്മുടെ മേളിലെത്തി. ഇനിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. അതായത് ഈ ഗോപുരത്തിൻ്റെ 18ാം നിലയിൽ 17ാം നിലയിൽ ഇറങ്ങിയത് 18ാം നിലയിലേക്ക് ഞങ്ങൾ കയറിയാണ്. അതെന്തോ ഒരു ലിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്രശ്നമായിട്ടാണ്. കാരണം ലിഫ്റ്റ് 2ഉം 18ൻ്റെ ഡോർ അവിടെ ഉണ്ട് മേളിൽ. അപ്പോൾ ഇനി ഈ ടോപ്പിൽ നിന്നുള്ള എന്താണ് പറയുക വിഷ്വൽസാണ് നിങ്ങൾ കാണേണ്ടത്. ഓരോ വിൻഡോ 4 സൈഡിലും വിൻഡോസ് ഉണ്ട്. അതിൽ പോയിരുന്നിട്ട് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെയല്ല കണ്ടത് കണ്ട. വാ നോക്കി ഇത് മനോരമ നോക്കി എൻ്റെ മേളിൽ നോക്കുക. ഇതാണ് പറഞ്ഞാൽ കടലിനെ ചുറ്റപ്പെട്ട് ഇരിക്കുകയാണ് ഇവിടെ. മനസ്സിലായില്ല? ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ വിഷ്വലിലും മനസ്സിലാവും. ഇത് നോക്കി നമ്മൾ അവിടെയാണ് പോയിട്ട് വന്നത്. എന്ത് ചെറുതായിട്ടാണ് കാണുന്നത് നോക്കി. അത്രയ്ക്ക് മനോഹരമാണ്. ഇനി അടുത്ത വിൻഡോ ഉണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം ശിവൻ്റെ വലിയ രൂപമൊക്കെ ഉള്ള ഭാഗം. അതായത് നമ്മുടെ ടീംസ് അപ്പുറത്ത് സ്പീഡ് ബോട്ടിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് വേറെ വേണ്ടിട്ട് കാണിച്ചു തരാം. ഇനി താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ബോട്ടിങ്ങിന് പോയിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാക്കി. അയ്യോ അടിപൊളിയായിരുന്നു. ഭയങ്കര റിസ്ക് എടുത്താണ് വീഡിയോ ഒക്കെ എടുത്തത്. അത് വേറെ കാര്യം. ഗോപ്രോ ആണെങ്കിൽ സ്റ്റിക്കിൽ വെച്ച് പിടിക്കായിരുന്നു. മൊബൈൽ കയ്യിൽ വെച്ചിട്ടാണ് കുറേ എടുത്തത്. ഇതും വേറൊരു വിൻഡോ എന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടല്ലോ അല്ലേ? ആ ഒരു ഏരിയ മുഴുവൻ നമുക്ക് കാണാം. എന്ത് മനോഹരമാണ് നോക്കി. അതുപോലെ നമ്മൾ വന്നത് ഏതാണ്ട് അപ്പുറത്ത് നിന്നുണ്ട്. വേറെ വിൻഡോയിൽ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് ആ വഴിയിൽ നിന്നാണ്, അറ്റത്തു നിന്നാണ് ഇങ്ങനെ വന്ന് നമ്മൾ ഈ ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയത്. കണ്ടോ? ഒരു സൈഡ് മുഴുവൻ ഫിഷിങ്ങിനുള്ള ബോട്ടുകളും മറ്റും കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് അതെല്ലാം അപ്പുറത്തെ സൈഡാണ് കേട്ടോ. അത് നന്നായി. എന്തായാലും അവർക്ക് ഫിഷിങ്ങിന് പോണവർക്കും ശല്യമില്ല, മറ്റുള്ളവർക്കും മനസ്സിലായി. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകുന്നൊക്കെ പറയുന്നത്. നമ്മുടെ ടീം സ്പീഡ് ബോട്ടിൽ കയറി കറങ്ങാൻ പോണ കാഴ്ചയാണ് കേട്ടോ. നല്ല പണി നടത്തണ്ട കേട്ടോ. അതായത് അവർ വണ്ടി ഇട്ടിട്ട് നല്ല സ്പീഡ് ഓടിയിട്ട് കൊണ്ടുവന്നിട്ടാണ് കറക്കമാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയേട്ടാ. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ട് ഹരമൂത്ത് ഞങ്ങളും കയറിയാണ്. പിന്നെ 2 പേരുടെ മറ്റേ ഇതുണ്ടായിരുന്നു, അതൊന്നും ഓടിക്കാൻ കിട്ടിയതുണ്ടായിരുന്നു. പക്ഷേ രക്ഷയില്ല. അത് അവർ ഓടിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നില്ല. ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളെ കിട്ടിയൊന്ന് പൊളിക്കായിരുന്നു. ഇപ്പോൾ ആ സ്പീഡ് ബോട്ടിൻ്റെ ഞങ്ങളുടെ അയ്യോ ഇപ്പം മറിയും. അല്ലെങ്കിൽ മൊബൈൽ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ എന്ത് റിസ്ക്കായിരുന്നു പറയും. ഞാൻ എടുത്തന്നിട്ട് കുറച്ച് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മൊബൈൽ പോയാൽ എല്ലാം കഴിഞ്ഞു. തലേദിവസത്തെ മൂകാംബിക യാത്ര, കുടയാത്ര, അങ്ങനെ പലതും എല്ലാം അതിൻ്റെ അകത്താണല്ലോ. കോപ്പി ചെയ്തിട്ടില്ല. എന്നാണിതേ അവരെ ഏതാണ്ട് കരക്കെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പുഴമാണ്. ഇതൊക്കെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണം നല്ലതാണ്. ഭാവിയിൽ എന്താണ് നമ്മുടെയൊക്കെ തലയിൽ എഴുതിയേക്കണമെന്ന് പറയാൻ പറ്റില്ല. അടുത്തൊരു പണി ഞാനത് സൂരജിന് കൊടുത്താണ് കേട്ടോ. അതും പിടിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അത് കാരണം സൂരജ് രക്ഷപ്പെട്ടെന്ന് പറയാം. ഇതേ കണ്ടോ, ഞണ്ടാണെന്നറിയാം. അത് ഡൗട്ട് ഉണ്ട്. എടാ ഇപ്പുറത്തുനിന്ന് കുഴൽക്കിണറിൽ പിള്ളേർ പോകുമ്പോൾ തുറക്കൂല. ഇപ്പുറത്തുനിന്ന് അതുപോലെ എടുക്കും. എല്ലാം പഠിക്കുന്ന ആൾക്കാരുണ്ട് പോലെ. ചുറ്റിനെടുക്കും അങ്ങനല്ല. ഇതതിൻ്റെ ഞാൻ ഇവന് കൊടുത്താൽ മണിയാണ്. പക്ഷെ ഏറ്റെടുക്കാൻ ആൾക്കാരുള്ളതൊന്നും കുഴപ്പമില്ല. കിട്ടിയാ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അവിടെ ബീച്ചിൽ കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ബോളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടക്കൂടെ. അതിനകത്ത് നേരെ നിൽക്കാൻ പറ്റില്ല. അത് ഇതുവരെ കയറിയിട്ടില്ല. കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കയറണ്ടില്ലെന്ന് പറഞ്ഞാൽ. ഇപ്പുറത്ത് കുതിരയുണ്ട്. കുതിര മാത്രമല്ല കേട്ടോ, ഒട്ടകമൊക്കെ ഉണ്ട്. അതൊക്കെയാണെന്ന് ഓടിച്ചിട്ട് കാണിച്ചില്ല. നല്ല ഇതുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പുറത്ത് ഒട്ടകത്തിൻ്റെ മേളിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അങ്ങനെ നമ്മുടെ അനവധി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അതുപോലെ ഇവിടെ നേരത്തെ ആ ബോൾ കണ്ടതിൻ്റെ വേറൊരു വെർഷൻ എന്താണ് ഇങ്ങനെ എന്താ പറയണമെന്നാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കയറിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സീൻ കണ്ടോട്ട് ഇപ്പോൾ. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് വരാം മുത്തേ. വേറെ ഉണ്ട്, ഇനിയുണ്ട്. ചൂട് കൊള്ളാണ്ടിരിക്കാനാ? എന്താണ് പൊന്നാട? അതെ, നിന്റെ മൊബൈലും കൊടുക്കാം. അടുത്ത നമ്മുടെ യാത്ര ഈ സ്പീഡ് ബോട്ടിലാണ് കേട്ടോ. അത് കാണേണ്ട കാഴ്ചയാണ്. വാ സൂരജ, പോവാം. അതാണ് പോവാം. പിന്നെ തന്നെയാണോ? അടുത്ത മോത്തൊരു പേടി എന്നുണ്ട്. ഇനി നടന്ന കാര്യങ്ങൾ ഞാനൊന്നും മിണ്ടല്ല. വിഷ്വലിലൂടെയും ഒച്ചയിലൂടെയും നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് കണ്ടിട്ട് വാ. ബാക്കി എന്നിട്ട് പറയാം.
लिए 2 किलोमीटर है ना। हाँ 3 किलोमीटर जाते हैं। क्या मिलेगा 3 किलोमीटर। 3 കിലോമീറ്റർ അഡ്വഞ്ചറസ് പോവാം. അപ്പൊ ആ മൂഡിലാണ് പിടിച്ചിരുന്നു. എക്സ്ട്രാ 200 രൂപ കൊടുത്തപ്പോഴേ കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മൂഡ് വലിക്കാനായിട്ട് പൊളിക്കുക വേണ്ടിയിട്ട് രണ്ടും. മൊബൈല് പോയാൽ പിന്നെ ഇപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഒരു ചെറിയ സാധനം ഉണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു പറയൂ. എന്തായിരുന്നു അവസ്ഥ? ഇവിടെ ഒന്നും മിണ്ടാതിരുന്ന സയർ ചേച്ചി എന്താണ് പറയാനുള്ളത്? പറയൂ. ആദ്യം ഒന്ന് ശ്വാസം എടുക്കൂ ഒരു 2-3 തവണ. 1800 ഇപ്പൊ 200 രൂപ എക്സ്ട്രാ കൊടുത്തപ്പോ ഇച്ചിരി കൂടി ദൂരെ കൊണ്ടുപോകും. അടിപൊളിയായിരുന്നു. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കാം. ഇതുപോലുള്ള മനോഹര വീഡിയോകളായിട്ട് അടുത്തൊരു തവണ കാണാം. ഓക്കെ.